ഹലോ ഫ്രണ്ട്സ്, എം ടി വ്ളോഗിൻ്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് പ്രണയത്തെക്കുറിച്ചാണ്, പ്രേമത്തെക്കുറിച്ചാണ്, പ്രേമിക്കുന്ന ആളുകളെ കുറിച്ചാണ്. സത്യത്തിൽ പ്രണയം ഒരു 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 സുഖമുള്ള വികാരമാണ്, അല്ലെങ്കിൽ ഒരു അനുഭവമാണ്. അത് പ്രേമിച്ചവർക്കൊക്കെ അറിയാം. ഇനി പ്രേമിക്കാത്തവർക്കും അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, അറിവുണ്ട് എന്നുള്ളതാണ് സത്യം. കൗമാരക്കാരിൽ തുടങ്ങിയിട്ട് ചിലപ്പോൾ ബാല്യത്തിൽ തുടങ്ങുന്നുണ്ട്, ചിലർ കൗമാരത്തിൽ, ചിലർ യൗവനത്തിൽ, ചിലർ പിന്നെ മധ്യവയസ്കരായപ്പോൾ, ചിലപ്പോൾ വാർദ്ധക്യത്തിൽ പോലും ഈ പ്രണയത്തിലേക്ക് പോകാറുണ്ടെന്നുള്ളതാണ് സത്യത്തിൽ. പ്രണയിക്കുന്നവരെ കാണുമ്പോൾ മറ്റ് സിംഗിൾസിന്, അത് കാമുകിയില്ലാത്ത ആണുങ്ങൾക്ക്, അതുപോലെ കാമുകനില്ലാത്ത പെണ്ണുങ്ങൾക്കൊക്കെ ഇങ്ങനെ തോന്നുന്നൊരു കാര്യമുണ്ട്. അവർക്ക് എന്തൊരു രസമായിട്ടുള്ള ലൈഫാണ്, അവർക്ക് എപ്പോഴും അവരുടെ സങ്കടങ്ങൾ പറയാൻ, സന്തോഷം പറയാൻ, കൂടെ നിൽക്കാൻ, അവർക്ക് എപ്പോഴും ചേർന്ന് നിൽക്കാൻ ഒരാളുണ്ടല്ലോ, എനിക്കതില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും പ്രണയിക്കുന്നവരെ കാണുമ്പോൾ പ്രണയമില്ലാത്തവർക്ക്, പ്രണയിക്കാൻ ആളില്ലാത്തവർക്ക് സങ്കടമായിരിക്കും. പക്ഷേ സത്യത്തിൽ പ്രേമിക്കുന്നവർ അനുഭവിക്കുന്ന കുറേ ബുദ്ധിമുട്ട് കൊണ്ട്, കുറേ പ്രയാസങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സത്യത്തിൽ പ്രേമിക്കുന്നവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പ്രേമം തുടങ്ങിക്കഴിഞ്ഞാൽ, പ്രേമത്തിന് മുമ്പ് ഇവർ മൾട്ടി ഫോക്കസ്ഡ് ആയിരിക്കും. പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവാം. പഠിക്കുന്നവരാണെങ്കിൽ നല്ല പഠിക്കുന്നവരായിരിക്കാം, ജോലിയിലും ഫോക്കസ് ഉണ്ടാവും, വീട്ടിൻ്റെ കാര്യങ്ങൾ നോക്കാം, ഒക്കെ ഉണ്ടാവാം. പക്ഷേ പ്രണയം തുടങ്ങിക്കഴിഞ്ഞാൽ സത്യത്തിൽ ആ പാർട്ട്ണറോട് കൂടെയുള്ളൊരു ജീവിതത്തിൽ ഇവർക്ക് നല്ല ഒരു സുഖം തോന്നും. ആ സുഖം തോന്നുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരം പറയാറുള്ള ഒരു ഹാപ്പി ഹോർമോൺസ്, കെമിക്കൽസ് ഉണ്ടാകുന്നു. അത് ഡൊപ്പമൈൻ റിലീസ് ചെയ്യുന്നു. അങ്ങനെ ഡൊപ്പമൈൻ റിലീസ് ചെയ്യുമ്പോൾ അത് കിട്ടുന്ന സ്ഥലത്തേക്ക് തന്നെയാണ് ഇവർ വീണ്ടും വീണ്ടും പൊയ്ക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അതിൽ തന്നെ ആശ്വാസം കണ്ടെത്തുന്ന സമയത്ത് സത്യത്തിൽ ഇവർ മറ്റ് പലതിൻ്റെയും ഫോക്കസ് ഔട്ടായി പോകുന്നുള്ളതാണ്. അപ്പം ശരിക്കും ഒറ്റപ്പെടൽ തുടങ്ങുന്ന ഒരവസ്ഥ പല പ്രണയിനികൾക്കും വരാറുണ്ട്. ഇനി ഇമ്മച്യൂറായിട്ടുള്ള ഈ കൗമാരത്തിലോ ടീനേജിലൊക്കെ പ്രണയിക്കുന്നവരെ അധ്യാപകരെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നന്നായിട്ട് പഠിക്കുന്ന, നല്ല സ്മാർട്ടായ, ഓഫീസിലും സ്കൂളിലും അധ്യാപകർക്കിടയിലും ഫ്രണ്ട്സിനിടയിലും ഒക്കെ നല്ല സ്മാർട്ടായ ആളുകൾ ഒരു പ്രണയത്തിലങ്ങ് പെടുന്നതോടുകൂടെ അതൊരു പാഷനേറ്റായിട്ട് പ്രണയമാണെങ്കിൽ, ലവ് ആണെങ്കിൽ, അവരെന്ത് സംഭവിക്കുക വെച്ചാൽ പെട്ടെന്ന് മാർക്ക് കുറയുന്നു. കാര്യം വെച്ചാൽ ഫുൾ ഫോക്കസ് ഒരു സ്ഥലത്തേക്കാവുന്നു. അവളോട് സംസാരിക്കുന്നു. ആ സ്കൂളിൽ പോകുന്നത് തന്നെ ശരിക്കും, അല്ലെങ്കിൽ കോളേജിൽ പോകുന്നത് തന്നെ അവളെ കാണാനാണ്, അവനെ കാണാനാണ്. പിന്നെ ക്ലാസ്സിലൊക്കെ ഇങ്ങനെ ഒരു ദിവാസ്വപ്നം, അവളുമായിട്ടുള്ള ജീവിതം, ഇതിങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ സത്യം പറഞ്ഞാൽ മറ്റു ഒരുപാട് കാര്യങ്ങൾ ചെയ്ത പല ആളുകളും ഒതുങ്ങിപ്പോയി ഒറ്റപ്പെടുന്നത് ഈ പ്രണയത്തിൽ സംഭവിക്കാറുണ്ട്. സത്യത്തിൽ കല്യാണം കഴിയുന്ന ആളുകളെക്കുറിച്ച് ഫ്രണ്ട്സ് പറയാറുണ്ട്, നീ കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ നിന്നെ കാണാനില്ലല്ലോ എന്ന് പറയാറുള്ളത് പോലെ തന്നെ, ഒരു ലൈൻ സെറ്റായാൽ, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ലൈൻ സെറ്റായി കഴിഞ്ഞാൽ പലപ്പോഴും ഫ്രണ്ട്സ് പറയുന്നൊരവസ്ഥയുണ്ട്, നിനക്കിപ്പോൾ അവൾ സെറ്റായപ്പോൾ നമ്മളൊന്നും വേണ്ടല്ലടാ. ഇപ്പോൾ റീൽസൊക്കെ ഇഷ്ടംപോലെ നമുക്കത് കാണാം. അവൾ സെറ്റായാൽ, അവൻ സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ആ ഫ്രണ്ട്ഷിപ്പ് വലയം ഇല്ലാതായി പോകുന്ന ഒരവസ്ഥ വരാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരാളിൽ ഒതുങ്ങിപ്പോവുക എന്ന ഒരവസ്ഥ പ്രണയത്തിൽ വരാൻ പാടില്ല എന്നുള്ളതാണ്. പ്രണയം അതിൻ്റെ വഴിക്ക് നടക്കുക, പക്ഷേ ബാക്കി എല്ലാ ഫോക്കസും സൂക്ഷിക്കാൻ കഴിയുക എന്നുള്ളത് ഏത് കാമുകന്മാരും പാലിക്കേണ്ട ഒരു മര്യാദയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ പ്രണയത്തിലായവരുടെ പ്രൊഡക്ടിവിറ്റി കുറയും, കോഗ്നിറ്റീവ് എബിലിറ്റി കുറയും എന്നുള്ള ഒരു പഠനം ഡോക്ടർ ഹാൻ വാങ്ക് സ്റ്റീൻബർഗർ, ശരിക്കും ChatGPT നോക്കിയാൽ കാണാം, അങ്ങനെ ഒരു പഠനം നടന്നിട്ടുണ്ട്. 43 കപ്പിൾസിൽ, അതായത് പ്രണയത്തിൽ ഏർപ്പെട്ട ആളുകളെയും പ്രണയത്തിൽ ഏർപ്പെടാത്ത ആളുകളെയും എടുത്തിട്ട് അവർക്ക് കുറേ ടാസ്ക് കൊടുക്കുകയും ആ ടാസ്കിൻ്റെ റിസൾട്ട് എടുത്തപ്പോൾ പ്രണയത്തിലല്ലായിരുന്ന കാലത്തേക്കാൾ എത്രയോ അധികം പ്രൊഡക്ടിവിറ്റി കുറഞ്ഞു എന്നുള്ളതാണ്. കോഗ്നിറ്റീവ് എബിലിറ്റി കുറയുന്നു, അതുപോലെ കോൺസെൻട്രേഷൻ കുറയുന്നു, ഫോക്കസ് കുറയുന്നു, അവരുടെ ഇമോഷണൽ കൺട്രോൾ, സെൽഫ് കൺട്രോൾ, ഇതെല്ലാം കുറവായിട്ടാണ് കാണുന്നത്. അതിൻ്റെ കാരണം ഞാൻ ആദ്യം പറഞ്ഞ അതേ കാര്യമാണ്. അതുകൊണ്ട് പ്രണയത്തിൽ പോയി ചാടുന്നവരാലോചിക്കുക, ഞാനെന്ന അസ്തിത്വം ഇല്ലാതെയല്ല പ്രണയത്തിൽ മുന്നോട്ട് പോകേണ്ടത്, ഞാനെന്ന അസ്തിത്വം നിലനിർത്താനും കൂടെ ശ്രമിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഒരു പഠനമുണ്ട് എന്നും കൂടെ അറിയുക. അതുപോലെ മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ശരിക്കും പ്രണയത്തിൽ അകപ്പെട്ടവർക്ക് ഒട്ടും സമയം ഉണ്ടാവില്ല എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ, മുമ്പ് അവർക്ക് 24 മണിക്കൂറിൽ അവരുടെ സ്വാഭാവികമായിട്ട് ലൈഫിനുള്ള ഉറക്കവും വീട്ടിലെ കാര്യങ്ങളും മറ്റ് ഫ്രണ്ട്ഷിപ്പിനും കളിക്കാനും ഗെയിംസിനും പഠിക്കാനും ഒക്കെ ഉള്ളൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്തുള്ള ഭൂരിപക്ഷം, സിംഹഭാഗം സമയവും പിന്നീട് പോകുന്നത് ചാറ്റിങ്ങിനും കറങ്ങാനും തന്നെയായി മാറും. ഇപ്പോഴാണെങ്കിൽ കോളിങ്, ചാറ്റിങ്, ഡേറ്റിംഗ് ഇങ്ങനെയായിട്ട് പ്രണയം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് മുഴുവൻ സമയം ഇങ്ങനെ പോകുന്നു. അപ്പോൾ ദിവസത്തിൽ 5-8 മണിക്കൂർ, ആകെയുള്ള 24 മണിക്കൂറിൽ ചിലപ്പം 3/2 ഭാഗം, 1/3 ഭാഗമൊക്കെ പ്രണയത്തിക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നൊരവസ്ഥ വരുന്നതുകൊണ്ട് പല കാര്യങ്ങൾക്കും സമയം തികയാത്തൊരു പ്രശ്നം അവരനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ്. അടുത്ത പ്രണയിനികൾ അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, സ്വാഭാവികം മാത്രമാണ്, സത്യത്തിൽ അവർക്ക് ഭയങ്കര ചിലവായിരിക്കും എന്നുള്ളതാണ്. ചിലവായിരിക്കും എന്ന് പറയുന്നത്, ലൈഫിന് സ്വാഭാവികമായിട്ട് ചിലവൊക്കെ എല്ലാവർക്കും ഉണ്ടാകും, പക്ഷേ അത് കൂടാതെ എക്സ്ട്രാ ചിലവുകൾ വരും എന്നുള്ളതാണ്.
ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും, ആനിവേഴ്സറി ഓർക്കേണ്ടി വരും, പുറത്ത് പോകുമ്പോൾ എപ്പോഴും പിന്നെ ഐസ്ക്രീം വാങ്ങിക്കണം, ചോക്ലേറ്റ് വാങ്ങിക്കണം. സാധാരണ രീതിയിൽ ആണുങ്ങൾ പെണ്ണുങ്ങൾക്കാണ് ചിലവ് വരുന്നത്, എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല, തിരിച്ചു ചിലവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായാലും രണ്ടുപേരും ഈക്വലായിട്ട് ഇങ്ങോട്ട് ഗിഫ്റ്റ് തന്നതല്ലേ അങ്ങോട്ടും കൊടുക്കണ്ടേ, ഇങ്ങോട്ട് 1000 രൂപയുടെ തന്നാൽ അങ്ങോട്ട് 2000, ഇങ്ങോട്ട് 1,00,000 രൂപയുടെ തന്നാൽ അങ്ങനെ 2,00,000, അങ്ങനെ തീരുമാനിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യത്തിലധികം എക്സ്പെൻസ് വരുന്നു എന്നുള്ളതാണ്. സോ നല്ല ചിലവുണ്ടാകും എന്നുള്ളതാണ് ഇവർക്കുള്ള മറ്റൊരു പ്രശ്നം. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, പ്രേമത്തിലും പ്രണയത്തിലൊക്കെ പെട്ടിരിക്കുന്ന ആളുകൾ സത്യത്തിൽ അവർ അതില്ലാത്തൊരു കാലത്ത് വേറൊരു ലൈഫായിരിക്കും. പക്ഷേ ഇതായി കഴിഞ്ഞ് പരസ്പരം ഇൻറ്റിമസിയും പാഷനും ഭയങ്കര അടുപ്പവും ഇഷ്ടമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾ സത്യത്തിൽ അവരെ മാനസികമായിട്ട് വല്ലാതെ പിരിമുറുക്കത്തിലാഴ്ത്തും എന്നുള്ളതാണ്, മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ്. പലപ്പോഴും ബ്രേക്കപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ലൈഫ് തന്നെ ഡിപ്രഷനിലേക്ക് പോകുന്ന, അവരുടെ എല്ലാ ജീവിതത്തിൽ എനിക്കൊരു ജീവിതത്തിന് അർത്ഥമില്ല, അവനില്ലാതെ പറ്റില്ല, അവളില്ലാതെ പറ്റില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകാറുണ്ട്. സോ മാനസിക ആരോഗ്യത്തിനെയും ഇത് കാര്യമായി ബാധിക്കുന്നുണ്ട്. അതേസമയത്ത് ഹെൽത്തി റിലേഷൻഷിപ്പാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്കിൽ അങ്ങനെ വരാറില്ല. പലപ്പോഴും ഇവർക്കിടയിൽ ഉണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു തർക്കങ്ങളിൽ തുടങ്ങിയിട്ട് അത് വലിയതായി മാറുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഇനി ചെറിയ തർക്കമാണെങ്കിലും വീക്ക് മൈൻഡുള്ള ആളുകൾക്കാണ് അതൊരു വലിയ പ്രശ്നമായി മാറും. അയ്യോ, അവൾ എന്നെ വിളിച്ചിട്ട് 24 മണിക്കൂറായി, അവൻ എന്നെ ചാറ്റ് ബ്ലോക്ക് ചെയ്തു, എന്നെ പിന്നെ ബ്ലൂ ടിക്ക് ഉണ്ടായിട്ട് മറുപടി പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായ ഇഷ്യൂസ് പോലും അവരെ മാനസികമായി തകർക്കും. അപ്പോൾ അവരുടെ മറ്റ് പല പ്രൊഡക്ടിവിറ്റിയും ഇല്ലാതാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഉദ്ദേശിച്ചത്രയാണ്, നമ്മൾ പുറമേ നിന്ന് കാണുമ്പോൾ പ്രണയിനികൾക്ക് ഭയങ്കര സുഖമാണെങ്കിലും അവരനുഭവിക്കുന്ന സ്വാഭാവികമായ പ്രശ്നങ്ങളാണ് പലരും ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടാവും, പലരും ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടാവില്ല. അത്തരം പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു എത്തിനോട്ടമാണ് നടത്തിയത്. നിങ്ങളുടെ സുഹൃത്തുക്കൾ പ്രേമത്തിലകപ്പെട്ടിട്ടില്ല, അത്തരം ആളുകൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും ഇത്തരം വീഡിയോകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്ക് നിർത്തുന്നു. സ്നേഹപൂർവ്വം ഞാൻ മുജീബ്, MT വ്ളോഗ്.